പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ, 2 മക്കൾ, പിന്നെ അച്ഛനമ്മ. ഇതാണ് എൻ്റെ കുടുംബം. അപ്പോൾ വിഷ്ണുവായ സ്വാമിയെയും ചാത്തന്മാരെയും അതിശക്തമായിട്ട് വിശ്വസിക്കുക മാത്രമല്ല, നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, ഇപ്പോൾ ഇതൊരു ന്യൂ ജൻ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്കും ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് ഓരോ വ്യക്തികൾ എത്തുന്നത്. ഞാൻ വളരെ ചെറുപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 41 എന്നൊക്കെ പറയുന്നതൊക്കെയും ഒരാളുടെ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഞാനൊരു ബാച്ചിലർ, അതായത് BCA കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. എൻ്റെ കരിയർ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ജോബൊക്കെ ആയിരുന്നു. ഏഷ്യാനെറ്റിലാണ് അവസാനമായിട്ട് ഞാൻ ജോലിയൊക്കെയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് സാമ്പത്തികപരമായിട്ട് നമുക്ക് നല്ലൊരു ലൈഫ് വേണം എന്നുള്ള രീതിയിലും എനിക്ക് ബിസിനസ്സിനോട് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടും നമ്മൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ബിസിനസ് മേഖലകളുമായി ബന്ധപ്പെട്ട് നിന്നു. അതിൽ ലോഡ്ജിങ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയൊക്കെ ആയിട്ട് ബാംഗ്ലൂർ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ്സിലേക്ക് വരികയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ദുബായിലുണ്ടായിരുന്നു. മുംബൈ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഓൾ ഓവർ ഇന്ത്യ ഡയമണ്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടൊരു കരിയർ ഇങ്ങനെ പോകുമ്പോൾ അതിലേക്കൊക്കെ എത്തുന്ന സമയത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് സാമ്പത്തിക ഒരു ഭദ്രത ഉണ്ടാവണം, നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവണം, ദൈവവിശ്വാസി ആവുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ സക്സസ് ആവാനായിട്ട് ദൈവത്തിന്റെ ഒരു എനർജി ഉണ്ടായാൽ നന്നായിരുന്നു എന്നൊക്കെയും എപ്പോഴും ഒരു പെർട്ടിക്കുലർ പീരീഡ് എത്തുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അതുപോലെ എനിക്കും തോന്നി. നമ്മൾ ജനിച്ചതും വളർന്നതൊക്കെയും ഒരു സാധാരണ രീതിയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ, നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ, പിന്നെ വിഷ്ണുമായുമായി കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കും വളർന്നത് കൊണ്ട് തന്നെ വിഷ്ണുമായ സ്വാമിയോട് ഭയങ്കരമായ ഒരു അടുപ്പമായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഇഷ്ട ദൈവം എന്നൊക്കെ പറയുന്നത് കൃഷ്ണനെ ആയിരുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും പരമാവധി എപ്പോഴൊക്കെയാണ് നമുക്ക് സാധിക്കുക ആ സമയങ്ങളിലേക്ക് ഗുരുവായൂർ പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് എല്ലാതും ശരിയാണ് എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ ശരിയാണെന്ന് ആ സമയത്ത് ചിന്തിക്കും, പിന്നീടാണ് അറിയുക അത് ഏറ്റവും മോശമാണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഇപ്പൊ ശരിയാണെന്നുള്ളത് കൊണ്ട് നാളെ അത് ശരിയാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ബിസിനസ് ചെയ്യുക, അതുമായി മുന്നോട്ട് പോവുക, സമ്പാദിക്കുക, ഏറ്റവും ലക്ഷറി ലൈഫിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇൻഡസ്ട്രി ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തി. നമുക്ക് ഒരുപാട് സമ്പാദിക്കാനും അതിനനുസരിച്ചുള്ള പല പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് ഭാഗമുണ്ടാക്കി വന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങായി നിന്നത് ഒരു ഇറ്റേണൽ എനർജിയുടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. ആ ഹെൽപ്പ് ശരിക്കും വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും എനർജി ആയിരുന്നു. അത് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം, ഇപ്പൊ നമ്മൾ യങ് ബ്ലഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവരോട് എനിക്ക് ഇത് വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ബാക്കി മുതിർന്നവരായിട്ട് ഒരു വിധം 60-70 ഒക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ ദൈവ വിശ്വാസങ്ങളോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായിട്ടുണ്ടാവും. പക്ഷെ ചെറുപ്പക്കാർ ഈ ചോരത്തിളപ്പ് കൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയണമെന്നില്ല. അത് പിന്നീട് അറിഞ്ഞോളും. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ ഈ ഒരു മൈൻഡ് സെറ്റ് ആവില്ല, മൈൻഡൊക്കെ മാറും. അപ്പൊ അങ്ങനെയുള്ളൊരു ലൈഫ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിലേക്ക് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ, പെർമിഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു തുള്ളാനായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുകയോ, നമുക്ക് അതിനനുസൃതമായിട്ടുള്ള വടിച്ചിലമ്പ്, ആ ചിലമ്പ് നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ അതിനൊരു പ്രോസസ്സൊക്കെ എടുത്ത് അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരുന്ന് നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റില്ല. അത് കണ്ടാൽ പോലും ചിലപ്പോൾ അത് ഒരു നാടകം പോലെ, അല്ലെങ്കിൽ അതൊരു ആ ഒരു ടൈമിലെ ഒരു പ്രോഗ്രാം പോലെയൊക്കെയാണ് ആൾക്കാർ ഇപ്പോഴും പലരും അതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്.
അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനല്ല ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലാണ്. ഓക്കെ അങ്ങനെയാണ്, ഇത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, ചിലപ്പോൾ കോമാളി എന്നുള്ള രീതിയിലും അല്ലെ പലതരത്തിലുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോ അവര് ആ ഒരു പ്രോസസ്സ് ഞാനും ഈ ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ട് നടന്നിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പൊ നമ്മൾക്കും ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ ഇത് കാണുമ്പോൾ ഒരാൾ വരുന്നു, വേറൊരു ലാംഗ്വേജിൽ ഇങ്ങനെ സംസാരിക്കുന്നു, കുറെ തുള്ളുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നു. ആ ചിലപ്പോൾ ഭയപ്പെടും, ചിലപ്പോൾ ഇതെന്താണെന്നൊക്കെ നമുക്ക് തോന്നും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുവിധമൊക്കെ എല്ലാവരും കോമഡി ആയിട്ടാണ് ഇതിനെ കാണുള്ളൂ. അപ്പൊ നമ്മളും ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് നമുക്ക് അത് അനുഭവിച്ചപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്കത് വരുമ്പോഴാണല്ലോ നമ്മൾ അതിന് സീരിയസ് ആവുള്ളൂ. അപ്പോൾ വേറൊരാൾക്ക് ഭ്രാന്ത് വരണ കാണുമ്പോൾ നമുക്ക് ഒരു കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കോ നമ്മുടെ വീട്ടിലോ വരുമ്പോഴാണല്ലോ ആ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയെ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പൊ ദൈവമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ വെറും തോന്നലാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം. അത് നമ്മളുടെ പെർമിഷൻ ഒന്നല്ല, ഒരു ഇറ്റേണൽ എനർജി നമ്മളുടെ ബോഡിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മളിലേക്ക് വരാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യമായ അവസ്ഥ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും പൂജകളൊക്കെ ആയി പോകുമ്പോൾ ഏതൊരു സാധാരണ വ്യക്തിയെ പോലെ നമ്മൾ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കും. നമ്മൾ വീട്ടിലിരുന്നിട്ടായാലും ചിലപ്പോൾ കുറെ സമയം അല്ലെങ്കിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും. ഇപ്പോഴും എത്രയോ പേര് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ്, അതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല. അത് എളുപ്പമല്ല കിട്ടാൻ. ലക്ഷക്കണക്കിനുള്ള ആൾക്കാര് അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള ആൾക്കാര് ദൈവത്തെ അല്ലെങ്കിൽ അതിനെ അറിയാനായിട്ട് ആഗ്രഹിച്ച് പ്രിപ്പയർ ആയിട്ട് നടന്നിട്ട് പോലും ചിലപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഇങ്ങനെയുള്ളൊരു ഭാഗ്യം ഇപ്പോ എന്നെ സംബന്ധിച്ച് അതൊരു വളരെ വലിയൊരു അനുഗ്രഹമാണ്, ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഞാൻ ഇന്ന് ഈ വിഷ്ണുമായും ചാത്തന്മാർക്കും വേണ്ടി മരിക്കാൻ തയ്യാറാണ്. നമ്മളിപ്പോ അതിനെ പറഞ്ഞ ഒരു ആൾക്കാര് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭ്രാന്തമായ ഒരു ആവേശമാണെന്നൊക്കെ അവർ പറയണത്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് നമ്മൾ ഭ്രാന്തമായിട്ട് സംസാരിക്കും. കാരണം നമുക്കത് ബോധ്യപ്പെടാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്ന് നമ്മൾ വേറൊരാളുടെ മുന്നിൽ കാണിക്കാനായിട്ടാണ് പോകുന്നത് എങ്കിലും ഓക്കെ, നമുക്കത് ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനനുസൃതമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട്, എന്തെങ്കിലും ഒരു ഫേക്കായ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും അത് നമ്മൾ റിജക്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ അതൊരു തമാശ. പക്ഷെ ഇതൊന്നും അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്ത്, ഇപ്പൊ ഇവിടെ പുയ്യാർ വിഷ്ണുമായ മഠത്തിലാണെങ്കിൽ പറയുമ്പോൾ എനിക്ക് വളരെ ഉറപ്പായിട്ട് പറയാൻ പറ്റും, നമ്മൾ ഒരു അമാവാസ്യ ആവട്ടെ, പൗർണമി ആവട്ടെ, അല്ലെങ്കിൽ ഡെയിലി ഇവിടെ നടക്കുന്ന നിവേദ്യ പൂജകളാവട്ടെ, ഈവനിങ്ങുള്ള നിവേദ്യ പൂജ കഴിഞ്ഞ് നമ്മൾ അമ്പലം തുറക്കുന്ന സമയത്ത് നിവേദ്യം വെച്ച് അടച്ച് പൂജ കഴിഞ്ഞ് നിവേദ്യത്തിൽ തുറക്കണ സമയത്ത് സ്വാമി നമുക്കൊരു വെർട്ടിക്കുലർ വൈബ്രേഷനിൽ വന്ന് നമ്മളെ എനർജൈസ്ഡ് ആയിട്ട് പല തരത്തിലുള്ള ഒരു മൂവ്മെന്റിലേക്ക് എത്തുന്നു. അത് നമ്മളെ ബാലൻസ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥ ഓരോ പൂജ, ഹോമ പൂജകൾ ചെയ്യുമ്പോഴും ഗുരുതി പൂജകൾ ചെയ്യുമ്പോഴും സ്വാമിയുടെ പത്മത്തിൽ സ്വാമിയെ സാന്നിധ്യമാക്കി സ്വാമിക്ക് അവിടെ നിവേദ്യ പൂജകളൊക്കെ ചെയ്യുമ്പോൾ അതിശക്തമായ പൂജകൾ ചെയ്യുമ്പോൾ നമ്മൾ കുറെ മന്ത്രം ചൊല്ലി കുറെ കാര്യങ്ങൾ ചെയ്തു, അതൊരു പ്രോഗ്രാം പോലെ കഴിക്കുമ്പോഴാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പണിയായിട്ട് കാണുന്നത്. ഇത് പണിയല്ലാതെ അതിലൊരു മാന്ത്രിക ശക്തി ഉണ്ടെന്നും അവിടെ ഈ വിചാരിക്കുന്നേക്കാൾ അപ്പുറത്ത് ഒരു എനർജൈസി വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. അത് എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എത്ര പേർക്ക് അത് അനുഭവം ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ അനുഭവമുള്ള ഒരാൾക്കാരുണ്ടല്ലോ, ആ ദൈവികപരമായ കാര്യങ്ങൾ അത്രയും കൃത്യമായിട്ട് ചൊല്ലും. നമുക്ക് ദൈവത്തിന് ഭയം തോന്നും, റെസ്പെക്ട് ചെയ്യും, ആദരിക്കും. നമ്മള് അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ പൂജകളൊക്കെ കഴിയുമ്പോൾ ആ പൂജകളിൽ സ്വാമി വരണം, സ്വാമി നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ നടത്തി അവർക്കൊരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന എന്താണ്, സ്വാമിയോട് അതിനെക്കുറിച്ച് പ്രാർത്ഥനകൾ ചെയ്യുക, സ്വാമിയോട് അതിനെക്കുറിച്ച് പറയുക, സ്വാമിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും. നമ്മൾ അവരെ കാണുന്നില്ല എന്നുള്ളൂ. നമ്മള് ഇപ്പോ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ നിങ്ങൾ എവിടെയെങ്കിലും ചുറ്റുവട്ടത്തോ നിങ്ങളെ നോക്കുന്ന ഏതെങ്കിലും ഒരു ഈ പറയുന്ന ഒരു എനർജിയെ നിങ്ങൾ തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരാളെ, എബിലിറ്റി വേണം. നമുക്ക് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവണം. ഒരു നായക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ണോ കേൾക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ചെവിടിന്റെ അതായത് കാത് കേൾക്കാനുള്ള അത്ര ഹെഡ്സോ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കാണുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ടാവും. മനുഷ്യന്മാർക്ക് വളരെ കുറച്ചാണ് അതിനുള്ള എബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് എബിലിറ്റി മാറി, കഴിവുകൾ മാറി. അപ്പോൾ ചിലവർക്ക് ദൈവം വന്നാലും ദൈവത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം എന്നില്ല എന്ന്.
അപ്പൊ ഇത് എല്ലാവർക്കും കിട്ടില്ല. സുഹൃത്തുക്കളും മനസ്സിലാവേണ്ട കാര്യം, ഇത് തിരിച്ചറിയാനായിട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാവാ, വിഷ്ണുമായ സ്വാമി ചാത്തന്മാരും എന്റെ ശരീരത്തിലേക്ക് വരുന്നത് ഞാൻ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അതിന് ആൾക്കാർ ആരെന്തു പറഞ്ഞാലും എനിക്ക് മാറ്ററല്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്നതല്ലാതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രിപ്പയർ അല്ലാത്ത സമയത്ത് പോലും പൂജകളും ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്റെ സ്വാമി എന്റെ ശരീരത്തിൽ വന്നിട്ട് എനിക്ക് അതൊരു അനുഭവം ഉണ്ടാക്കി തരുമ്പോ, എനിക്കത് എന്റെ സ്വാമി ഇങ്ങനെ വന്ന് എനിക്ക് അത് അനുഭവം ഉണ്ടാക്കി തരുമ്പോ ഞാൻ അതിൽ വളരെ സന്തോഷവാനും ഞാൻ വളരെ ഭാഗ്യവാനും എൻ്റെ കുടുംബത്തെ എന്നെ സംരക്ഷിക്കാൻ ഒരു ഇറ്റേണൽ എനർജിയുടെ ഒരു അംശമെങ്കിലും എന്നിൽ ബ്ലെസ്ഡ് ആയി. അതൊരു കുറെ സമയം എന്നല്ല, അത് വരുന്നു, ജസ്റ്റ് പോകുന്നു. മണിക്കൂറുകളോളം ഇരിക്കാനൊന്നും ഹോൾഡ് ചെയ്യാനൊന്നും നമുക്ക് സാധ്യമല്ല. അതൊരു ഇലക്ട്രിസിറ്റി വരുന്ന പോലെ നമ്മളിലേക്ക് വരുന്നു, നമ്മൾ അത് കുന്തളിനി റൈസ് ചെയ്യുന്നു, നമുക്ക് വൈബ്രേറ്റഡ് ആവുന്നു പലതരത്തിലും. ഇപ്പൊ ഞാൻ സുഹൃത്തുക്കളോട് പറയും, ഇത്രയൊക്കെ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും നമ്മളെ കളിയാക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചലഞ്ച് ചെയ്ത് പറയാണ്, ഞാൻ ചലഞ്ചായിട്ട് തന്നെ എടുത്തോ, നിങ്ങൾക്ക് ഇതുമായി കണ്ടെത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മനുഷ്യനാണല്ലോ ബുദ്ധി എന്ന് പറയുന്നത്, മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ ഒരു കാര്യത്തെ കണ്ടെത്താൻ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഡിവൈസുമായിട്ട് എടുത്തു വന്നോളൂ. സ്വന്തം ചെലവിൽ ആ ഡിവൈസായിട്ട് എടുത്തു വരുമ്പോൾ ഞാൻ ഇവിടെ പൂജകളും ഹോമങ്ങളും ഗുരുതി പൂജകളും സ്വാമിക്ക് നിവേദ്യ പൂജകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയിൽ വരുന്നത് എന്താണ്, അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ആ എനർജിയിൽ കാണുന്നുള്ളത് കണ്ടെത്തൂ. അതൊരു ദുഷ്ടശക്തിയാണെങ്കിൽ അത് കണ്ടെത്തൂ, ദൈവീക ശക്തിയാണെങ്കിൽ അത് കണ്ടെത്തൂ. ഇതൊന്നും കാണാതെ വെറുതെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതായത് ഞാനിവിടെ അത് പറയാനുള്ള കാരണം നമ്മൾ ആൾ ദൈവമായിട്ട് പറയണല്ല, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്താൻ നാളെ ദൈവമായി വന്ന് ആളൊന്നുമില്ല, അത്രയ്ക്ക് നമ്മൾ പൊട്ടണമെന്നല്ല. ഒരു എനർജി നമുക്ക് വരുന്നു, ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് അതിൽ സന്തോഷം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് ഫേസ് ചെയ്യാൻ പറ്റുന്നു എന്നും മാത്രമായിട്ട് അതിന് കണ്ടാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്ത് ഇതിൽ നിന്ന് കോടികൾ വരും, അവരുടെ പ്രശ്നം നീർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരാളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ അങ്ങനെ വളച്ചൊടിച്ച് ചിന്തിക്കുകയും വേണ്ട. പക്ഷെ ഇങ്ങനെ ഒരു എനർജി വന്ന് ബ്ലെസ്ഡ് ആണ് നമുക്കെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എത്ര വലിയ ഈ പറയുന്ന അനുഭവങ്ങളുള്ള ആൾക്കാരെയും ആ സമയത്ത് കല്ലെറിഞ്ഞിട്ടേ തന്നെയുള്ളൂ. ഏത് ദൈവങ്ങളെ ഇപ്പൊ എല്ലാവരും പൂജിക്കുന്ന എല്ലാ ദൈവങ്ങളും ഈ അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കെതിരെ കല്ലെറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഇപ്പോഴുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ കളിയാക്കുന്നതും നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയാൽ അതിൽ ബ്ലെസ്ഡ് ആണ്, എൻ്റെ കുടുംബം ബ്ലെസ്ഡ് ആണ്, അതുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു സ്വാന്തനം കൊടുക്കാൻ, അവരെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ, അവർക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല, അവർ വലിയൊരു പ്രശ്നത്തിലേക്കും, പക്ഷെ എന്നോട് അത് വന്ന് പറയുമ്പോൾ ആ പ്രശ്നം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്പിരിച്വൽ നോളജ്, ഒരു സ്പിരിച്വൽ പവർ അതെന്തായാലും എനിക്കുണ്ട്. ഒരാളെ അവരെ സ്വാന്തനിപ്പിക്കാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ, അവർക്ക് ഏത് രീതികളിൽ പോയാൽ അവരുടെ ജീവിതം ശരിയാവുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുരു ആവാൻ എനിക്ക് എന്തായാലും പറ്റും, അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഗൈഡ് ചെയ്ത് അവർക്ക് എനർജി ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ ഒരുപാട് പേര് വിജയിച്ചു പോയിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാര്, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്ക ഗുളിക കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാർ ഇന്ന് ജീവിതത്തിൽ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താ, നമുക്കത് പൂജകൾ ചെയ്തു കൊടുത്ത് രക്ഷപ്പെടുത്തുന്നല്ലത്. ഒരാൾക്ക് ഒരു പൂജ എടുത്താൽ രക്ഷപ്പെടുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുള്ളൽ പ്രോസസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ദൈവമാണ് വരുന്നെങ്കിൽ അത് പറയുന്നതിന്റെ കേട്ടിട്ടൊന്നും അവർ ഒരാളുടെ ഒരു കാര്യം നടന്നിട്ടില്ല. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം, നിങ്ങളിലെ എനർജി, നിങ്ങളിലെ ദൈവീകത ഉണർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ദൈവീക അനുഭവങ്ങൾ കൂടും. നിങ്ങളിലെ പ്രേതശക്തിയാണ് കൂടുതൽ ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രേതാനുഭവങ്ങൾ കൂടും, ദുഃഖങ്ങൾ കൂടും, ദുരിതങ്ങൾ കൂടും, ആരോഗ്യ പ്രശ്നങ്ങൾ വരും, മാനസിക പ്രശ്നങ്ങൾ വരും, ദാരിദ്ര്യം വരും, കഷ്ടപ്പാട് വരും, അപകടങ്ങൾ വരും. പ്രേതശക്തിയാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളതെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ദൈവിക ശക്തിയാണ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, കുടുംബജീവിതം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, എല്ലാ സമൃദ്ധി ഉണ്ടാവും. നിങ്ങളുടെ ശരീരത്തിൽ ദൈവമാണോ, നിങ്ങളുടെ ശരീരത്തിൽ പിശാചാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, എന്നെ കമന്റ് ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം, അവൻ അനുഭവിക്കുന്ന ദുഃഖം, അവൻ കൂത്തുപാലെടുത്ത് ഒരു ഗതിയും പരഗതിയില്ലെന്ന് വീട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാം കൊണ്ടും ബെസ്റ്റായിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ മാത്രമേ അവന് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു രൂപ വരുമാനം ഉണ്ടാവില്ല, ഒരു രൂപ പോലും അവന് സമ്പാദിക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. എന്താ സമ്പാദിക്കാൻ പറ്റാത്തത്? അവനിലുള്ള ദൈവീക ശക്തി അവന്റെ കൂടെ ഇല്ല.
അവൻ ഇപ്പോൾ നടക്കുന്ന കലിയുഗത്തിലെ ദുഷ്ടശക്തികളെ പേര് നടക്കുമ്പോൾ അതല്ലേ ദുരാനുഭവങ്ങൾ ഉണ്ടാവുന്ന. എന്തുകൊണ്ടാ? അങ്ങനെ ഉണ്ടായാലും അതിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. നല്ല അനുഭവങ്ങൾ ഉണ്ടായി എന്തുണ്ടായി? നല്ലവനാവും. മോശ അനുഭവം ഉണ്ടായാൽ മോശക്കാരനാവും. അത്രേ ഉള്ളൂ. അപ്പൊ ദൈവീക അനുഭവങ്ങൾ ഉണ്ടാവുന്നതിനും ദൈവീക ചിന്തകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ദൈവത്തെ, അതിന്റെ ശക്തിയെ പ്രചരിപ്പിക്കാൻ അതിന്റെ ഏതറ്റം വരെ നമ്മൾ പോവും. വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്ന് പറയുന്നത് അതിശക്തമായിട്ടൊരു എനർജിയാണ്. അതെനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി നമ്മൾ എന്തായാലും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലൊരു ബുദ്ധി ഉണ്ടാവട്ടെ, എല്ലാവരുടെ കുടുംബവും സന്തോഷവും സമാധാനവും ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് തൽക്കാലം ഞാൻ നിർത്തുന്നു.